ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBG റാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസം ഉണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025-ലെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി. ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സമാന്തര പാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൗണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപ്പെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VB ജീറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദീഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.